യെസ്, സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവരും എത്തിയെന്ന് കരുതുന്നു. നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻ മുമ്പായിട്ട് തന്നെ ദ ബേസിക്സ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എന്നറിയാമല്ലോ. സെല്ല്, ദ ടിഷ്യൂ, എപ്പിത്തീലിയം, ഗ്ലാൻസ്, കണക്റ്റീവ് ടിഷ്യൂ, കാർട്ടിലേജസ്, മസ്കുലോ, അങ്ങനെ പറയുന്ന ഒരുപാട് കാര്യം ഫൗണ്ടേഷൻ മുമ്പായിട്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. അതിന്റെ എല്ലാ ക്ലാസ്സുകളും റെക്കോർഡിങ്സും എല്ലാം എല്ലാവർക്കും കിട്ടിയത് കരുതുന്നു. നമുക്ക് അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ചോദ്യങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാമോ? യെസ് ഓർ നോ? ചെയ്യാമോ? ചെയ്യാമോ? ഒന്നും എഴുതരുത്, ആരും ഒന്നും എഴുതരുത്. ചെയ്യാമോ? യെസ് ഓർ നോ? യെസ്, ചെയ്യാം. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യവും അതിന് ഉത്തരം മാത്രമാണോ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ എന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾ മിക്കവാറും ഇത് യൂട്യൂബിൽ കണ്ടു കാണും. എന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആ ഒരു ഉത്തരവും ആ 4 ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരിക്കൽ കേട്ട് അതിന് പഠിക്കാൻ പറ്റില്ല. അറിഞ്ഞൂടല്ലോ, അറിയാലോ, അറിയാലോ. സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. യെസ്, എല്ലാവരും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം, എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത് പറയാൻ പോകുന്ന 20 ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് പറയാൻ പോകുന്ന 20 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ എക്സാമിനും കൺഫ്യൂഷൻ വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ എപ്പിത്തീലിയം ഈസ് സീൻ ഇൻ ദ ട്രക്കിയ? വിച്ച് ഓൺ ഓഫ് ദ ഫോളോയിങ് എപ്പിത്തീലിയം ഈസ് സീൻ ഇൻ ദ ട്രക്കിയ? ട്രക്കിയിൽ കാണപ്പെടുന്ന ഇത് എപ്പിത്തീലിയം താഴെ പറയുന്നവയിൽ ട്രക്കിയിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാണ്? സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണോ, അതോ ദ നോൺ സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണോ, സീലിയേറ്റഡ് കൊളോമിനർ എപ്പിത്തീലിയം ആണോ, അതോ ദ നോൺ സീലിയേറ്റഡ് കൊളോമിനർ എപ്പിത്തീലിയം ആണോ? ആദ്യം എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഉത്തരമാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നിങ്ങൾ പഠിച്ച കാര്യമാണ്, നിങ്ങൾ പഠിച്ച കാര്യമാണ്. എനിക്കറിയണം, ആദ്യം ഉത്തരം എനിക്കറിയണം. എന്തായിരിക്കും? എല്ലാവരും കമന്റ് ആൻസേഴ്സ്. ദ ട്രക്കിയയിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം, which one of the epithelium is seen in the trachea? ഏതാണ്? സീലിയേറ്റഡ് ആണോ, നോൺ സീലിയേറ്റഡ് ആണോ, കോളമിനാർ ആണോ? ഏതാണ്? സീലിയേറ്റഡ് സ്യൂഡോ ആണോ, അതോ വെറും കോളമിനാർ ആണോ? യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം കാണുമ്പോൾ എക്സാം ഹാളിൽ കൺഫ്യൂഷൻ ആവുന്നത് എന്താ? സീലിയേറ്റഡ് സ്യൂഡോയും ഉണ്ട്, സീലിയേറ്റഡ് കോളമിനാറും ഇല്ലേ? ശരിയല്ലേ? യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം ഇന്ന് എക്സാം ഹാളിൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ വരുന്ന 2 ഓപ്ഷൻ ഇതൊക്കെയാ. സീലിയ ഉള്ള 2 കാര്യമുണ്ട് അല്ലേ? സീലിയേറ്റഡ് കോളമിനാറും ഉണ്ട്, അതുപോലെ തന്നെ സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് ഇല്ലേ? ആ 2 ഓപ്ഷൻ അല്ലേ? അതാണോ ഇതാണോ ഏതൊരു കൺഫ്യൂഷൻ വരുന്നത്? ശരിയല്ലേ? ആ 2 ഓപ്ഷനിൽ എപ്പോഴും അതാണോ ഇതാണോ എന്ന് ഇപ്പൊ കൺഫ്യൂഷൻ. ഇത് എയും സിയും അല്ലേ കൺഫ്യൂഷൻ വരുന്നത്? ആണോ അല്ലയോ? ആലോചിച്ച് പറയുക. എല്ലാവരും പറയും, ഓപ്പണെ പറയും, എന്ത് വേണേ പറയാം, തെറ്റോ ശരിയോ എന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് എ ആണോ സി ആണോ എന്നല്ലേ കൺഫ്യൂഷൻ വരുന്നത്? യെസ് ഓർ നോ? യെസ്, യെസ് അല്ലേ? യെസ് അല്ലേ? സോ ഈ ഒരു എപ്പിത്തീലിയം പറയുന്നത്, ഈ ഒരു എപ്പിത്തീലിയം പറയുന്നത് എനിക്ക് കാര്യം അറിയണം. ഇത് ട്രക്കിയ എന്ന് പറയുന്നത് ഇത് അപ്പർ റെസ്പിറേറ്ററിൽ വരുന്നതാണോ, ലോവർ റെസ്പിറേറ്ററിൽ വരുന്നതാണോ? ഒരു ചോദ്യം കിട്ടുമ്പോൾ ആദ്യം അറിയേണ്ട കാര്യം, എക്സാമിൽ പഠിക്കുന്ന ഒരാൾ അറിയേണ്ട കാര്യം, അപ്പർ റെസ്പിറേറ്ററിൽ വരുന്നതാണോ ലോവർ റെസ്പിറേറ്ററിൽ വരുന്നതാണോ? ട്രക്കിയ ഏതായിരിക്കും? ട്രക്കിയ വരുന്നത് എവിടെയാ? അപ്പർ റെസ്പിറേറ്ററിലാണോ ലോവറിലാണോ? ചോദ്യം കിട്ടുമ്പോൾ അതേക്കുറിച്ച് കംപ്ലീറ്റ് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാരും പറയണേ, ട്രക്കിയ എവിടെയാ? അപ്പറോ ലോവർ ആണോ? ട്രക്കിയ ട്രക്കിയ അപ്പർ ഓർ ലോവർ? എല്ലാരും യെസ് പറഞ്ഞേ.
ഉത്തരം ദ ട്രക്കിയ അപ്പർ ആണോ ലോവർ ആണോ? ഇത് ട്രക്കിയ, ഇത് ബ്രോങ്കെ, ഇത് ലങ്സ് ഒക്കെ അപ്പർ ആണോ ലോവർ ആണോ? ഉത്തരം ഉത്തരം ദ ട്രക്കിയ, ദ ബ്രോങ്കെ. എല്ലാരും പറയണം, സമയം തരാം, ഒരുപാട് സമയം തരാം. പറഞ്ഞേ. ഉത്തരം പറഞ്ഞു എല്ലാരും. ദ ട്രക്കിയ ലോവർ അല്ലേ? ദ ട്രക്കിയ ദ ലോവർ റെസ്പിറേറ്ററി വരുന്നതല്ലേ? യെസ്, ദ ട്രക്കിയ ഇത് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്നതാണോ ഇല്ലയോ? എല്ലാവരും തെറ്റായിട്ടല്ലേ പറഞ്ഞത്? ദ ട്രക്കിയ എപ്പോഴും ദ ലോവർ റെസ്പിറേറ്ററിൽ വരുന്നതല്ലേ? ആണോ ഇല്ലയോ? ദ ട്രക്കിയ അല്ലെങ്കിൽ ദ വിൻഡ് പൈപ്പ് എന്ന് അറിയുന്ന സംഭവം ലോവർ റെസ്പിറേറ്ററി ആണോ അപ്പർ റെസ്പിറേറ്ററി ആണോ? തെറ്റായി പറയില്ലേ? തെറ്റായി പറഞ്ഞേ. എങ്കിൽ അറിയണം ഇത് അപ്പറിൽ എന്തൊക്കെ വരും. എങ്കിലറിയണം അപ്പറിൽ എന്തൊക്കെ വരും. ദ നോസ്, ദ ലാരിങ്സ് ആൻഡ് ദ ഫാരിങ്സ് മാത്രമല്ലേ? നോസും ലാരിങ്സും ഫാരിങ്സും എന്താ അപ്പറിലാണ്. ഇത് ലോവറിൽ ഏതൊക്കെയാ? ദ ട്രക്കിയ, ദ ബ്രോങ്കെ, ദ ബ്രോങ്കിയോൾസ് ആൻഡ് ദ ലങ്സും എവിടെയാ? ദ ട്രക്കിയും ദ ബ്രോങ്കയും ദ ബ്രോങ്കിയോൾസും ലങ്സും എവിടെയാ? ലോവർ റെസ്പിറേറ്ററിൽ വരുന്നതല്ലേ? ലോവർ റെസ്പിറേറ്ററിൽ വരുന്നതാണോ അല്ലയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ആൻസേഴ്സ്. ഉത്തരം വരുന്നില്ല. ട്രക്കിയും ലങ്സ് എവിടെ വരും? ലങ്സും ദ ട്രക്കിയും ഇത് ബ്രോങ്ക്യൂൾസും എവിടെ വരും? ലോവറിൽ വരുന്നതല്ലേ? അറിയാമോ ഇതൊക്കെ? ദ ട്രക്കിയും ദ ലങ്സും ഈ പറഞ്ഞ എന്താണ് ബ്രോങ്ക്യൂൾസിൽ എപ്പോഴും ലോവറിൽ വരുന്ന കാര്യമാണ്. നേസൽ ക്യാവിറ്റി എവിടെയാ? നേസൽ ക്യാവിറ്റി എവിടെയാ? അപ്പർ ആണോ ലോവർ ആണോ? നേസൽ ക്യാവിറ്റി അപ്പർ. ഫാരിങ്സ് എവിടെ വരുന്നത്? അപ്പറിലാണ്. ലാരിങ്സ് എവിടെ വരുന്നത്? അപ്പറിലാണ്. നേസൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ് എല്ലാം അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലും ദ ട്രക്കിയും ദ ബ്രോങ്കയും ദ ബ്രോങ്കിയോൾസും ലങ്സും എല്ലാം ലോവർ റെസ്പിറേറ്ററിൽ വരുന്നതാണ്. അപ്പോ ഈ ഒരു ചോദ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ട്രക്കി എന്ന് കേട്ടപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ചത് തെറ്റായ ധാരണ മാറിയല്ലോ. യെസ്. ഇനി ട്രക്കിയെ കുറിച്ച് പറയാം. എല്ലാം പറയണ്ടേ? ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരു ചോദ്യത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ എല്ലാം പറയണ്ടേ? ട്രക്കിയ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയാറുണ്ട്? വിൻഡ് പൈപ്പ് എന്നും പറയാറില്ലേ? ഒരു 10 മുതൽ 12 സെന്റിമീറ്റർ ലോങ് ഉണ്ട് അല്ലേ? ഒരു 10 മുതൽ 12 സെന്റിമീറ്റർ എപ്പോഴും ലെങ്ത് ഉണ്ട് എന്ന കാര്യം മറക്കരുത്. ആൻഡ് വിഡ്ത്ത് ചോദിച്ചാൽ ഒരു 1.5 തൊട്ട് 2.5 സെന്റിമീറ്റർ വിഡ്ത്ത് വരുന്നത്. ആ ട്രക്കയിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതെന്ന് ചോദിച്ചതാ? അതാ ചോദ്യം. ഏതാ എപ്പിത്തീലിയ? ട്രക്കയിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതായിരിക്കും? ട്രക്കയിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം യൂസ് ചെയ്ത സീലിയേറ്റഡ് സ്യൂഡോ ആണോ, സീലിയേറ്റഡ് കോളമിനാണോ? ഏതായിരിക്കും ഇവിടെ? ട്രക്കയിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാ? അതാ ചോദ്യം. എന്തായിരിക്കും? സീലിയേറ്റഡ് ആർക്കും പറയാം. സമയം തരാം, പറഞ്ഞോ. സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് ആണോ? സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് ആണോ? സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണോ? എല്ലാരും പറയണം. സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ചോദ്യങ്ങൾ കൃത്യം പഠിക്കണം.
ആണോ? ആണോ? ഉത്തരം പറഞ്ഞേ. സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് ആണോ? യെസ്. എന്തായിരിക്കും അത്? എന്താണ് സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്? എന്താണ് സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താ? അറിയണം. എന്തായിരിക്കും അത്? എന്തായിരിക്കും അത്? ആർക്കും അറിയാം. സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞത് എന്താ? എന്തായിരിക്കും? എന്തായിരിക്കും? എന്തായിരിക്കും ഇവിടെ? സിംഗിൾ ലെയർ ആണോ? ഇത് ബ്രഷ് ലൈക്ക് അല്ലെ? സിംഗിൾ ലെയർ ആണോ ഓർത്ത് മൾട്ടിപ്പിൾ ലെയർ ആണോ? ഒരൊറ്റ ലെയർ മാത്രമേ ഉള്ളൂ അത് ഒരുപാട് ലെയർ ഉണ്ടോ? ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ അത് ഒരുപാട് ലെയേഴ്സ് ഉണ്ടോ? അല്ലെ? ആലോചിച്ച് പറയുക. ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ ഒരുപാട് ലെയർ ഉണ്ടോ? അത് മൾട്ടി ലെയേഴ്സ് ഉണ്ടോ? ഞാൻ പതിയെ പതിയെ പറയാണ്. മൾട്ടി ലെയേഴ്സ് ഉണ്ടോ? മൾട്ടി ലെയേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കില്ലേ? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിലുള്ള എപ്പിത്തീലിയമാണ് ഇത്. ട്രക്കിയെ പറഞ്ഞു നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിൽ ചില ഭാഗങ്ങൾ എപ്പോഴും കാണാറുണ്ടോ? ഈ പറഞ്ഞ സീലിയേറ്റ് എപ്പിത്തീലിയം കാണാറുണ്ടോ? കാണാറുണ്ടോ? യെസ്, ഉണ്ട്. അപ്പൊ വീണ്ടും ഒരു ചോദ്യമുണ്ട്. ഒരു എക്സാം ചോദ്യം ഉണ്ടായിരുന്നു. ഇത് മൂവ്മെന്റ് എല്ലാം നടക്കുന്ന സ്ഥലങ്ങൾ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാ? അതിന്റെ ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുതരാം. സീലിയ അല്ലെ? മൂവ്മെന്റ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എന്തുണ്ട്? ഉത്തരം ചറവ പറഞ്ഞു. മൂവ്മെന്റ്സ് നടക്കുന്ന സ്ഥലങ്ങളെല്ലാം സീലിയേറ്റഡ് ഉണ്ട് അല്ലെ? എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടും അതിലധികവും പറഞ്ഞു തരാം. ഫെലോപ്പിയൻ ട്യൂബിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാ? ഫെലോപ്പിയൻ ട്യൂബിൾസ് കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാ? ഫെലോപ്പിയൻ ട്യൂബിൾസ് കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാ? സീലിയേറ്റഡ്. ബാക്കി പറഞ്ഞേ. കോളോമയാണ് എപ്പിത്തീലിയം അല്ലേ? ഫലോപ്പിയൻ ട്യൂബിൾസ് എപ്പോഴും കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാ? സീലിയേറ്റഡ് ആയിട്ടുള്ള റെക്ടാങ്കുലർ ഉള്ള സെൽസ് ഉള്ള സീലിയേറ്റഡ് കോളോമർ എപ്പിത്തീലിയം എപ്പോഴും ഫലോപ്പിയൻ ട്യൂബിൾസിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള എപ്പിത്തീലിയം ഏതാ? അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള എപ്പിത്തീലിയം ഏതാ? ദാറ്റ് ഈസ് ഉത്തരം. ഉത്തരം. ഉത്തരം ചറവറ പറഞ്ഞേ. ഉത്തരം എല്ലാവരും സീലിയേറ്റഡ് റെസ്പിറേറ്ററി ഏതാ? കോളമിനാർ അല്ലെ? റെസ്പിറേറ്ററി സീലിയേറ്റ് കോളമിനാർ അല്ലേ? അതുപോലെ തന്നെ യൂട്രസിലാരാ? യൂട്രസിലാരാ? സീലിയേറ്റ് കോളമിനാർ അല്ലെ? യൂട്രസിലും സീലിയേറ്റ് കോളമിനാർ ആണ്. യൂട്രസിൽ സീലിയേറ്റ് കോളമിനാർ ആണ്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുണ്ട്. ഫലോപ്പിയൻ ട്യൂബിൾസിലെ ഫലോപ്പിയൻ ട്യൂബിൾസിലുമുണ്ട്. ക്ലിയർ? 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 ഇത് ബ്രെയിനിൽ ഇത് CSFന്റെ ഇത് മൂവ്മെന്റിന് സഹായിക്കുന്ന ആരാ? ബ്രെയിനിൽ CSFന്റെ മൂവ്മെന്റ് സഹായിക്കുന്ന അതും സീലിയേറ്റ് കോളമൻ ഇത് ബ്രെയിനിൽ എന്താണ് ഈ പറഞ്ഞ എന്താണ്? CSFന്റെ മൂവ്മെന്റിന് എപ്പോഴും സഹായിക്കുന്ന പോരാ ഈ പറഞ്ഞ സീലിയേറ്റഡ് കോളോമിനർ എപ്പിത്തീലിയമാണ്. ബ്രെയിനിന്റെ വെൻട്രിക്കിൾസിൽ എപ്പോഴും സീലിയേറ്റഡ് കോളോമിനർ എപ്പിത്തീലിയം കാണുന്നുണ്ട്. ക്ലിയർ? 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 എല്ലാവർക്കും ഇതിൽ പഠിച്ചോ? എല്ലാവർക്കും കിട്ടിയ പഠിച്ചതല്ല. റെക്കോർഡിങ്സ് കണ്ടോ? ആരെങ്കിലും കണ്ടോ? എല്ലാരും കണ്ടോ? എല്ലാരും കണ്ടു. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഉത്തരവും കിട്ടിക്കഴിഞ്ഞു.
ആൻഡ് ഓപ്ഷനും പറഞ്ഞു. ഈ ബാക്കി ഏത് ഓപ്ഷൻ പറയാനുണ്ട്? ഇത് നോൺ സീലിയേറ്റഡ് പറഞ്ഞില്ലല്ലോ. ദ നോൺ സീലി എവിടെ കാണും? ദ നോൺ സീലിയേറ്റഡ് എവിടെ കാണും? ദ നോൺ സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എവിടെ കാണും? മെയിൻലി എവിടെയാ? ദ മെയിൽ യൂറിത്ര അല്ലേ? ദ മെയിൽ യൂറിത്ര ആൻഡ് എപ്പിഡെമിസിൽ അല്ലേ? മെയിൽ യൂറിത്രയിലും ആൻഡ് എപ്പിഡെമിസിലും കാണപ്പെടുന്ന എപ്പിത്തീലിയം ചോദിച്ചത് നോൺ സീലിയേറ്റഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണെന്ന കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ക്ലിയർ? 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 ഇത് ക്ലിയർ ആയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യം ക്ലിയർ ആയോ? ഫസ്റ്റ് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യം ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇവിടെ ഞാൻ പറഞ്ഞു എപ്പിത്തീലിയം പറഞ്ഞില്ലേ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എപ്പിത്തീലിയം. അല്ലേ, എപ്പിത്തീലിയം പഠിക്കാത്തവരോട് ചോദിക്കുക എന്താണ് എപ്പിത്തീലിയം, എന്താ എപ്പിത്തീലിയം? പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ചോദിക്കുക എന്താ എപ്പിത്തീലിയം, എന്താ? അപ്പൊ എന്താ എപ്പിത്തീലിയം? എന്താ? ഒരു പ്രത്യേക ഫങ്ഷൻ ചെയ്യാൻ കഴിയാവുന്ന ഒരു കോമൺ ഓറകളിൽ നിന്നും വരുന്ന ഒരുപോലത്തെ സെല്ലുകൾ വിളിക്കുന്ന പേരെന്താ? എപ്പിത്തീലിയമില് ഒരു പ്രത്യേകമായിട്ടുള്ള ഫങ്ഷൻ ചെയ്യാൻ ഒരു കോമൺ ഓർഗൻ അല്ലേ? ആവശ്യം ഒരു പ്രത്യേക ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്ന എന്താ ഒരു കോമൺ ഓർഗനിൽ നിന്ന് അവിടെ ഒറിജിൻ ആകുന്ന ഒരേപോലത്തെ ഒരേ ടൈപ്പ് സെൽസ് എല്ലാം ഇത് വിളിക്കാം എപ്പിത്തീലിയം. വിളിച്ചൂടെ? വിളിച്ചൂടെ? എങ്കിൽ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര ടൈപ്സ് എപ്പിത്തീലിയം ഉണ്ട് നമ്മുടെ ബോഡിയിൽ? പ്രധാനമായിട്ടും എത്ര ടൈപ്സ് ഓഫ് എപ്പിത്തീലിയം ഉണ്ട്? എത്ര ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട് ബോഡിയിൽ? ഒരു ക്വസ്റ്റ്യൻ, അതിനെ കീറി വളച്ച് പറയുകയാണ്. എത്ര ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്? 4 ആണോ? 4 ആണോ? 5 ആണോ? 5 ആണോ? ദ ഹ്യൂമൻ ബോഡി എടുക്കുമ്പോൾ എത്ര ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്? എത്രയുണ്ട്? 1 2 ഫസ്റ്റ് വൺ ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. മൂന്നാമതുണ്ട് ദ നെർവസ് ടിഷ്യൂ ഉണ്ടോ? നെർവസ് ടിഷ്യൂ ഉണ്ടോ? 4 ടൈപ്പ്. ഏതൊക്കെയാ? എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, വേറെതുണ്ട് നെർവസ് ടിഷ്യൂ ഉണ്ട്, അത് മസ്കുലർ ഉണ്ട്. ഇവിടെ 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ടല്ലേ? പ്രധാനമായിട്ടും ഹ്യൂമൻ ബോഡിക്ക് 4 ടൈപ്സ് ഓഫ് ടിഷ്യൂ ഉണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, മസ്കുലർ ടിഷ്യൂ ഉണ്ട്, ആൻഡ് നെർവസ് ടിഷ്യൂവും ഉണ്ട്. ഇനി ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ടിഷ്യൂമായി ബന്ധപ്പെട്ട് വേറെ എന്തറിയാനുണ്ട്? സ്റ്റഡി ടിഷ്യൂ വിളിക്കുക എന്താ? ടിഷ്യൂസിന്റെ സ്റ്റഡീസിനെ വിളിക്കുക എന്താ? അത് ചോദിക്കാം. എക്സാം ഈ ചോദ്യം അത് ചോദിക്കാം. ദ സ്റ്റഡി ഓഫ് ടിഷ്യൂസ് കളേഴ്സ് എന്താ? ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി അല്ലേ? ദ ടിഷ്യൂസിന്റെ സ്റ്റഡീസിനെ വിളിക്കുക എന്താ? എല്ലാരും ഉത്തരം പറഞ്ഞേ, എല്ലാവരും, പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും എല്ലാം പറഞ്ഞേ. ദ ടിഷ്യൂസിന്റെ സ്റ്റഡീസിനെ വിളിക്കുക എന്താ? ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി. വീണ്ടും അവിടെ നിന്ന് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഫാദർ ഓഫ് ഹിസ്റ്റോളജി ആരാ? ഫാദർ ഓഫ് ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാരാ? സേവിയർ ബൈച്ചാറ്റ് അല്ലേ? ഫാദർ ഓഫ് ഹിസ്റ്റോളജി എന്ന് എപ്പോഴും അറിയപ്പെടുന്നാരാ? സേവിയർ ബൈച്ചാറ്റ്. ശരിയല്ലേ? 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 യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം കിട്ടിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം കിട്ടിയും. ഇതല്ലേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും ഇങ്ങനെ കേട്ട് 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 ഓട്ടോമാറ്റിക് ആയിട്ട് എക്സാം ഹാളിരിക്കുമ്പോൾ ചോദ്യത്തിന് മനസ്സിൽ വരുമില്ലയോ? വരണം, വരണം. സോ നമുക്ക് അടുത്തോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യനോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യനോട്ട് പോവാമോ? എല്ലാവർക്കും പോവാമോ?
അല്ല പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വായിച്ചേ, നല്ല ക്വസ്റ്റ്യനാ. ക്വസ്റ്റ്യൻ വായിച്ചേ. എപ്പിത്തീലിയം ഈസ് നറിഷ്ഡ് ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്? Epithelium is nourished by which one of the following method? The diffused ആണോ, ഓസ്മോസ് ആണോ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണോ, പാസീവ് ട്രാൻസ്പോർട്ട് ആണോ? അവിടെയും കൺഫ്യൂഷൻ. സാറേ എന്താണ് ഡിഫ്യൂഷൻ, എന്താണ് ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താ, പാസീവ് ട്രാൻസ്പോർട്ട്? ഉത്തരം പറയാൻ ശ്രമിച്ചേ എല്ലാവരും. ഫസ്റ്റ് ഉത്തരം ഒന്ന് പറയാൻ ശ്രമിച്ചേ. കേക്കട്ടെ. ഉത്തരം എന്തായിരിക്കും? ഉത്തരം എന്തായിരിക്കും? ആർക്ക് പറയാം, ആർക്ക് പറയാം, ആർക്ക് പറയാം? എന്തായിരിക്കും? എനിയോ ഉത്തരം എന്തായിരിക്കും? ആൻസി ബന്നി. പാസീവ് മൂവ്മെന്റ് സബ്സ്റ്റൻസ് വിത്തൗട്ട് ഈസി എനർജി. അപ്പോഴേ ഈ പറഞ്ഞ എപ്പിത്തീലിയം എന്ന് വഴി പോകുന്നത്. എപ്പിത്തീലിയം ഈസ് നറിഷ്ഡ് ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്? ഡിഫ്യൂഷൻ ആണോ, ഓസ്മോസ് ആണോ, ഫിൽട്രേഷൻ ആണോ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണോ? അറിയണം. ആദ്യം അറിയേണ്ട കാര്യം എന്താണ് ഡിഫ്യൂഷൻ, എന്താണ് ഓസ്മോസിസ്, എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, എന്താണ് പാസീവ് ട്രാൻസ്പോർട്ട്. ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഉത്തരത്തിലോട്ട് എത്തുന്ന മുമ്പേ എന്താണ് ഓപ്ഷൻസ് പറഞ്ഞുതരാം. നമ്മൾ ഇത് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ്സ് പഠിക്കാറുണ്ട്, ഇത് ഡിഫ്യൂഷനും ഓസ്മോസിലും പറയാറുണ്ട്. എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് ഈ ഡിഫ്യൂഷൻ? എന്തായിരിക്കും? ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് പോകുന്നതാണോ? ഡിഫ്യൂഷൻ എപ്പോഴും ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് പോകുന്നതാണോ ഒരു സബ്സ്റ്റൻസിന്റെ? യെസ്, ആണ്. ഓസ്മോസ് എന്താ? ഓസ്മോസിസ് എന്താ? ഇത് ലോവറിൽ ഹയറിലോട്ടല്ലേ? ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ലോവറിൽ നിന്ന് ഹയറിലല്ലേ? ഓസ്മോസ് പറയുമ്പോൾ ലോവറിൽ നിന്ന് ഹയർ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാക്കുണ്ട്. എവിടെയെങ്കിലും ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടോ? ഓസ്മോസുമായി ബന്ധപ്പെട്ടൊരു വാക്കുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ എന്ന വാക്ക് എവിടെ കണ്ടോ? ഓസ്മോട്ടിക് പ്രഷർ, ഓസ്മോ പ്രഷർ കണ്ടോ എവിടെയെങ്കിലും? ഓസ്മോട്ടിക് പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ വാക്ക് ഇടണുണ്ടെങ്കിലും എനിവൺ? ഓസ്മോട്ടിക് പ്രഷർ കേട്ടിട്ടുണ്ടോ? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാൻ എന്താ? സിമ്പിൾ അറിയാം, കാര്യം നിസ്സാരമാണ്, കേട്ട് പഠിക്കുക. ഒരു ഫ്ലൂയിഡ് ഒരു കമ്പാർട്ട്മെന്റിൽ മാക്സിമം നിൽക്കുമ്പോൾ, ഒരു ഫ്ലൂയിഡ് ഇല്ലേ, ഒരു ഫ്ലൂയിഡ് ഒരു കമ്പാർട്ട്മെന്റിനകത്ത് മാക്സിമം നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷറിനെ പറയുന്ന പേരെന്താ? ഒരു ഫ്ലൂയിഡ് ഒരു കമ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാക്സിമം പ്രഷർ എപ്പോഴും ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കാം. ആ ഒരു കാര്യം ജസ്റ്റ് ഇവിടെ ഓർമ്മിച്ചു വെച്ചാൽ മാത്രം മതി. ഇനിയും ഏതായിരിക്കും? എപ്പിത്തീലിയം ഈസ് നറിഷ്ഡ് ബൈ വിച്ച് വൺ ഓഫ് ദ മെത്തേഡ്? ഏതായിരിക്കും? ഡിഫ്യൂഷൻ ആണോ, ഓസ്മോസ് ആണോ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണോ, പാസീവ് ട്രാൻസ്പോർട്ട് ആണോ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു, ഓസ്മോസ് എന്ന് പറഞ്ഞു. ബാക്കി രണ്ട് ഓപ്ഷനായ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താ? എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? എന്താ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? ബാക്കി രണ്ട് ഓപ്ഷൻ പറഞ്ഞു. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്തായിരിക്കും? ഒരു സബ്സ്റ്റൻസ് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള സെമി പെർമിയബിൾ മെമ്പറിനിലൂടെ ലോവറിൽ നിന്നും
ഹയർ കോൺസെൻട്രേഷനിൽ മൂവ് ആവുന്നതാണോ? ആലോചിച്ച്, ഒരു സബ്സ്റ്റൻസ് എപ്പോഴും ഒരു സെലക്റ്റീവ് പെർമിയബിൾ മെമ്പറിലൂടെ ലോവറിൽ നിന്നും ഹയറിലോട്ട് വിത്ത് യൂസിങ് ആൻ എനർജി, ഒരു എനർജി യൂസ് ചെയ്തുകൊണ്ട് ഒരു സബ്സ്റ്റൻസ് എപ്പോഴും ഒരു സെലക്റ്റീവ് പെർമിയബിൾ മെമ്പറിലൂടെ ലോവറിൽ നിന്ന് ഹയറിലോട്ട് പോയാൽ അതിനെ എന്ത് വിളിക്കാം? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. വിളിച്ചൂടെ? എല്ലാവരും വിളിച്ചൂടെ? യെസ്, വിളിക്കാം. ഇനി പാസീവ് എന്തായിരിക്കും? ഇനി പാസീവ് ട്രാൻസ്പോർട്ട് എന്തായിരിക്കും? ഹയർ അല്ലെ? ഹയർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹയർ എയിൽ നിന്നും ലോവർ എയിലോട്ട്, അല്ലെങ്കിൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് അവിടെ എനർജി യൂസ് ചെയ്യുന്നുണ്ടോ? അതാ ചോദ്യം. അവിടെ എനർജി യൂസ് ചെയ്യുന്നുണ്ടോ? നോ, വിത്തൗട്ട് യൂസിങ് എനർജി അല്ലേ? പാസീവ് പ്രോസസ്സർ എപ്പോഴും ഹയറിലും ലോവറിലോട്ട് ഒരു തരത്തിലുള്ള എനർജിയും യൂസ് ചെയ്യുന്നില്ല. എങ്കിൽ ഡിഫ്യൂഷനും ഓസ്മോസിസും വരുന്നതില്ല എന്താ? ആക്റ്റീവ് ആണോ പാസീവ് ആണോ? ഡിഫ്യൂഷനും ഓസ്മോസിസും വരുന്നത് ആക്റ്റീവിനകത്താണോ പാസീവിനകത്താണോ? ആലോചിച്ച് പറയുക. എല്ലാരും പാസീവ് പ്രോസസ് അല്ലേ? പാസീവ് അല്ലേ? അറിയാൻ പറ്റുന്നതൊക്കെ. അതാ ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളെ, എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പറയുമ്പോഴേ നമ്മൾ ഒരു ദിവസം ഒരുപാട് ചോദ്യം പഠിച്ചില്ലെങ്കിലും ആ പഠിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാം പഠിച്ചു പോകുന്നത് നല്ലതല്ലേ? ശരിയാണോ അല്ലയോ? ഒരു ദിവസം ഒരു 100-500 പഠിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആ കിട്ടുന്ന ചോദ്യങ്ങളെല്ലാം അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ പഠിച്ചു പോയിരിക്കണം. വേണ്ടേ? ഇവിടെ ചോദ്യം എന്താ? The epithelium which is nourished by which one of the following method? ഏതായിരിക്കും? ഇത് ഡിഫ്യൂഷൻ ആണോ? ഈ പറഞ്ഞ എന്താ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണോ? ഈ പറഞ്ഞ എന്താ പാസീവ്? ഏതായിരിക്കും? ഏത് മെത്തേഡിലായിരിക്കും? ഏതായിരിക്കും? എല്ലാവരും. That is ഏതാ? ഡിഫ്യൂഷൻ. ആൻസർ ഇസ് ദ ഡിഫ്യൂഷൻ അല്ലേ? യെസ്, ക്ലിയർ. സോ ഫസ്റ്റ് ഇസ് ദ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഒരു എപ്പിത്തീലിയത്തിന്റെ ഏറ്റവും അണ്ടർലൈൻ ടിഷ്യൂവിൽ എപ്പോഴും ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന വഴി ഏതാ? ഒരു ടിഷ്യൂവിന്റെ ഏറ്റവും അണ്ടർലൈൻ ഏറ്റവും അടിഭാഗത്തുള്ള ടിഷ്യൂസിൽ എപ്പോഴും ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആരാ? ഇത് ഡിഫ്യൂഷൻ പ്രോസസ് വഴിയാണോ? ഓസ്മോസ് വഴിയാണോ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണോ? പാസീവ് വഴിയാണോ? ഡിഫ്യൂഷൻ അല്ലേ? അല്ലെ? ബേസ്മെന്റ് മെമ്പറൈൻ എപ്പോഴും ഒരു സെല്ലിന്റെ ഏറ്റവും ബേസ്മെന്റ് മെമ്പറിൻ എപ്പോഴും കൊടുക്കേണ്ട ഡിഫ്യൂഷൻ വഴി ആണെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. Now the third question വായിച്ച എല്ലാവരും വായിച്ചേ. The large spherical nucleus is seen in which among the following is a epithelium? ഏത് എപ്പിത്തീലിയത്തിലാണ് ലാർജ് സ്പെറിക്കൽ ന്യൂക്ലിയസ് കാണുന്നത്? സിമ്പിൾ കോളോമിനൽ എപ്പിത്തീലിയം ആണോ? സിമ്പിൾ ക്യൂബോണൽ എപ്പിത്തീലിയം ആണോ? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ആണോ? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് ആണോ? ഏതിലാണ് ലാർജ് സ്പെറിക്കൽ ന്യൂക്ലിയസ് കാണുന്നത്? സാധാരണയായിട്ട് പഠിക്കാത്ത എല്ലാവരും ഇത് കാണുമ്പോൾ അങ്ങ് സ്കിപ്പ് ചെയ്യില്ലേ? ചെയ്യില്ലേ? ചെയ്യ്.
പക്ഷെ നിങ്ങൾക്ക് എന്റെ തിയറിയിലെ ക്ലാസ്സെല്ലാം കിട്ടിയത് പഠിക്കാം കേട്ടോ. ഏതായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ? നോക്കി ഏതായിരിക്കും ഈ ഇഷ്ടം ഓപ്ഷൻ പറഞ്ഞില്ല, കാണുന്നതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞത് ഉത്തരമേതാ? ലാർജ് സ്പെറിക്കൽ nucleus is seen which among the following epithelium? Answer is simple cuboidal epithelium അല്ലേ? ആൻസർ ദ സിമ്പിൾ ദ ക്യൂബോഡൽ എപ്പിത്തീലിയം ആണ്. സോ എന്തായിരിക്കും സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു പേരിൽ തന്നെയുണ്ട് എന്ത് ഷേപ്പിലായിരിക്കും, ആ ഒരു പേരിൽ തന്നെയുണ്ട് എന്ത് ഷേപ്പിലായിരിക്കും സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം. ദ ക്യൂബിലേക്ക് അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരുണ്ട് ദ ഹെക്സഗണൽ അല്ലേ? ദ ക്യൂബിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? ഹെക്സഗണല്ലേ? അറിയാം, എക്സാം എപ്പോഴും ഉണ്ടായിരുന്നു. സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ എന്ത് ഷേപ്പാണ് ചോദിക്കുമ്പോൾ ദ ക്യൂബ് എന്ന ഓപ്ഷൻ അവിടെ ഇല്ലെങ്കിൽ അവിടെ മറ്റൊരു പേര് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരിക്കും, ഹെക്സഗണൽ ഷേപ്പ് അല്ലേ? അല്ലേ അല്ലേ ഇത് ക്യൂബ് തന്നെയാണ്, ശരിയല്ലേ? അല്ലേ? ഇത് ക്യൂബ് എന്ന് പറയുമ്പോൾ 4 സൈഡ് ഏകദേശം ഒരുപോലെ അല്ലേ? ഇത് ക്യൂബ് എന്ന് പറയുമ്പോഴും 4 സൈഡ് എപ്പോഴും ഒരുപോലെ തന്നെ വരുന്ന സെല്ലാണ്, ശരിയല്ലേ? ഇത് ക്യൂബ് ഷേപ്പുള്ള സെൽസിനെയാണ് നമ്മൾ എപ്പോഴും സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. എന്തായിരിക്കും സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ക്യൂബാണ്, ഷേപ്പ് എപ്പോഴും ക്യൂബാണ്, 4 സൈഡും ഒരുപോലെയാണ് എങ്കിൽ വരുമ്പോൾ എന്തായിരിക്കും മെയിൻ ഫംഗ്ഷൻ? ഫംഗ്ഷൻ ഇസ് സെക്രീഷൻ, അബ്സോർഷൻ ആൻഡ് എക്സ്ക്രീഷൻ. സെക്രീഷൻ ഉണ്ട്, അബ്സോർഷൻ ഉണ്ട്, ആൻഡ് എക്സ്ക്രീഷൻ ഇല്ലേ? അല്ലേ അല്ലേ? ഫംഗ്ഷൻ എന്താ? സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയൽ ഫംഗ്ഷൻ എന്താ? സെക്രീഷൻ ഉണ്ട്, അബ്സോർഷൻ ഉണ്ട്, ആൻഡ് എക്സ്ക്രീഷൻ ഉണ്ട് അല്ലേ? എങ്കിൽ സെക്രീഷൻ അത്യാവശ്യമായി ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം സെക്രീഷൻ ചെയ്ത് സ്ഥലം ബോഡിയിൽ എവിടെയാ? ഗ്ലാൻസ് ഉണ്ട് അല്ലേ? അല്ലേ? ഫസ്റ്റ് ഓഫ് ദ ഗ്ലാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലാൻസ് പറയുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടോടെ? ഇത് എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ ലൈനിങ്ങിൽ വരുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട് അല്ലേ? എക്സാം ചോദിക്കും തൈറോയ്ഡ് ഗ്ലാൻഡിനെ ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയം ഏതാ? കഴിഞ്ഞ പല തവണയായിട്ട് പല എക്സാമിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് തൈറോയ്ഡ് ഗ്ലാൻഡിനെ ലൈനിങ് ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയം ഏതാ? ഏതാ? എല്ലാരും തൈറോയ്ഡ് ഗ്ലാൻഡിനെ ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയം ഏതാ? ആർക്ക് പറയാൻ പറ്റും? ആർക്ക് പറയാം? പറഞ്ഞേ, സാറാ പറഞ്ഞേ, പിള്ളേരെ പറഞ്ഞേ, എല്ലാരും പറയണം. എനിക്ക് 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 ബാച്ചിലർ എല്ലാവരും ഉത്തരം പറയണം. എങ്കിൽ അടുത്ത ചോദ്യം ഞാൻ ബാക്കിയുള്ള പോയല്ല, എനിക്ക് എല്ലാവരും ഉത്തരം പറയണം. തൈറോയ്ഡ് ഗ്ലാൻഡിൽ ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയം ഏതാ? ചോദ്യം വരും, ഇതൊക്കെ ചോദിക്കും. തൈറോയ്ഡ് ഗ്ലാൻഡിൽ ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയം ഏതാ? സിമ്പിൾ 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 ക്യൂബോർഡിലാണോ? സിമ്പിൾ ക്യൂബോർഡിലാണോ? ആണോ? പറഞ്ഞേ. യെസ് ആണ്, യെസ് ആണ്, ആണ്. രണ്ട് ചോദിച്ചു ചോദിക്കട്ടെ, 2-3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇവിടുന്ന് ഇതുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കട്ടെ. ഇത് T3യും അത് T4ഉം കൂടി എന്ത് അസുഖം ഉണ്ടാവും? T3യും T4ഉം കൂടിയാൽ എന്ത് അസുഖം ഉണ്ടാവും? T3യും T4ഉം കൂടിയാൽ എന്ത് അസുഖം ബോഡിയിൽ ഉണ്ടാകും? എന്തുണ്ടാവും? എല്ലാവരും പറഞ്ഞു, കൺഫ്യൂഷൻ ആകെ പറഞ്ഞു. T3യും T4ഉം കൂടിയാൽ എന്ത് അസുഖം ബോഡിയിൽ ഉണ്ടാകും?
ഹൈപ്പർ തൈറോയിഡിസം അല്ലേ? അല്ലേ? വീണ്ടും ചോദ്യം, തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ എവിടെയാണ്? തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ എവിടെയാ? ഇത് ജസ്റ്റ് ബിലോ ദ ലാരിങ്സ് ആൻഡ് ആഡംസ് ആപ്പിൾ അല്ലേ? ആൻഡ് ഏത് സൈഡ് ഓഫ് ട്രക്കി അല്ലേ? അല്ലേ? ഇസ്തുമസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇസ്തുമസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ചോദിക്കാം, തൈറോയ്ഡ് ഗ്ലാൻഡ് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആരാ? തൈറോയ്ഡ് ഗ്ലാൻഡ് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആരാ? സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി അല്ലേ? എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചായ സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറിയാണ് എപ്പോഴും ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്. ഈച്ച് ലോബിൽ എത്ര വെയിറ്റ് ഉണ്ട്? തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഈച്ച് ലോബിൽ എത്ര വെയിറ്റ് ഉണ്ട്? എത്ര വെയിറ്റ് ഉണ്ട്? ഒരു ലോബിൽ 30 അല്ലേ? ഒരു ലോബിൽ 30 വെച്ച് 2 ലോബിന് 60 ഗ്രാം അല്ലേ? ഒരു ലോബിന് 30 വെച്ച് 2 ലോബിന് 60 ഗ്രാം ഉണ്ട്. അവിടെയാണ് ഇവിടത്തെ ചോദ്യം വരുന്നത്. തൈറോയ്ഡ് ഫോളിക്കിൾസ് ഈസ് ലൈൻഡ് ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എപ്പിത്തീലിയം? Thyroid follicles are lined by which one of the following epithelium? The cuboidal epithelium ആണോ, columnar ആണോ, squamous ആണോ, stratified columnar ആണോ? അവിടെയാണ് ഈ ചോദ്യം. Thyroid follicles is lined by which one of the following epithelium? Cuboidal epithelium അല്ലേ? The cuboidal epithelium അല്ലേ? മറക്കരുത്, ചോദിക്കും. ആ തൈറോയ്ഡ് ഫോളിക്കിൾ സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും? T4 സെക്രീറ്റ്. ഈ പറഞ്ഞ തൈറോയ്ഡ് ഫോളിക്കിൾസ് എന്ത് സെക്രീറ്റ് ചെയ്യും? T3യും T4ഉം സെക്രീറ്റ് ചെയ്യുന്നത് തൈറോയ്ഡ് ഫോളിക്കിൾസ് ആണ്, മറക്കരുത്. T3യും T4ഉം എപ്പോഴും സെക്രീറ്റ് തൈറോയ്ഡ് ഫോളിക്കിൾസ് ആണ്. ഇത് ചോദിക്കട്ടെ, ഇത് T3 ഫുൾ നെയിം എന്താ? T3യുടെ ഫുൾ നെയിം എന്താ? T3 എന്ന് പല വർഷം പറയുന്നുണ്ട്. ഫുൾ നെയിം എന്താണ്? ട്രൈ അയഡോ തൈറോക്സ് അല്ലേ? T3യുടെ ഫുൾ നെയിം എന്താ? ഇത് ക്രമം ലേറ്റ് ആയി വന്നു, ബാക്കിയുള്ള റെക്കോർഡ് ആവാം കേട്ടോ. T3 എന്താ? ട്രൈ അയഡോ തൈറോക്സ്. T4 എന്താ? ടെട്രാ അയഡോ തൈറോക്സ് അല്ലേ? അല്ലേ? യെസ്. ഇത്രയും ക്ലിയർ അവിടെ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡിനെ ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയം ചോദിച്ചാൽ സിമ്പിൾ ക്യൂബോൾ അല്ലേ? സെക്രീഷൻ പറഞ്ഞു. നമ്മുടെ ബോഡിയിൽ സെക്രീഷൻ നടക്കുന്ന വേറെ സ്ഥലമുണ്ടോ? നമ്മുടെ ബോഡിയിൽ സെക്രീഷൻ നടക്കുന്ന വേറെ സ്ഥലമുണ്ടോ? റിയൽ ട്യൂബ്യൂൾസിലും അതിന്റെ കളക്ടീവിലുണ്ടോ? ഇത് നെഫ്രോൺസിന്റെ റീനൽ ട്യൂബ്യൂൾസിലും അതുപോലെ തന്നെ കളക്ടീവ് ഡക്റ്റിലും ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയം ഏതാ? നമ്മുടെ ബോഡിയിൽ ഇത് പറഞ്ഞ പോലെ തന്നെ സെക്രീഷനും അബ്സോർഷനും ഉള്ളത് പോലെ തന്നെ റീനൽ ട്യൂബ്യൂൾസിലും അതുപോലെ തന്നെ കളക്ടീവ് ഡക്റ്റിലും ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയം ഏതാ? അതും സിമ്പിൾ ക്യൂബോൾ എപ്പിത്തീലിയമാണ്, മറക്കരുത്. റീനൽ ട്യൂബ്യൂൾസിലും കളക്ടീവ് ഡക്റ്റിലും ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയം ചോദിച്ചാലും അത് വരാ സിമ്പിൾ ക്യൂബോൾ എപ്പിത്തീലിയം. ഇനി വേറെ സെക്രീഷൻ ഉണ്ടോ? ബോഡി വേറെ എവിടെയെങ്കിലും സെക്രീഷൻ വരുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ ക്ലാസ്സിലാ. പറഞ്ഞോടെ, സെക്രീഷൻ വരുന്ന എവിടെയാ? പാൻക്രിയാസിലുണ്ടോ? പാൻക്രിയാസ് സെക്രീഷൻ ഉണ്ടോ? യെസ് ഓർ നോ? പാൻക്രിയാസ് സെക്രീഷൻ ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ആ പാൻക്രിയാസിന്റെ ഡക്റ്റിനെ ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയം ഏതാ? ദാറ്റ് ഈസ് സിമ്പിൾ ക്യൂബോൾ എപ്പിത്തീലിയം. സോ ദ സെക്രീഷനും അബ്സോർഷനും വരുന്ന സ്ഥലങ്ങളിലെല്ലാം കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാ? സിമ്പിൾ ക്യൂബോഡൽ. ലൈക്ക് ദ നെഫ്രോൺസിന്റെ റിയൽ ട്യൂബ്യൂൾസിലും അതുപോലെ തന്നെ കളക്ടീവ് ഡക്റ്റിലും ഉണ്ട്. അവിടെ ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയം സിമ്പിൾ ക്യൂബോഡലാണ്. അതുപോലെ തന്നെ
പാൻക്രിയാസിന്റെ ഡക്സിലും ലൈൻ ചെയ്യുന്ന സിമ്പിൾ ക്യൂബോൾ എപ്പിത്തീലിയമാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻസിന്റെ തൈറോയ്ഡ് ഫോളിക്കിൾസിലും ലൈൻ ചെയ്യുന്ന സിമ്പിൾ ക്യൂബോൾ എപ്പിത്തീലിയമാണ്. ക്ലിയർ? ഇതുപോലെ സെക്രീസ് ഉള്ള വേറെ പാർട്സ് വേറുണ്ട് ബോഡിയിൽ. സെക്രീസ് നടക്കുന്ന വേറെ സ്ഥലം ബോഡിയുണ്ടോ? ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇതുപോലെ സെക്രീസ് നടക്കുന്ന അടുത്ത സ്ഥലം എവിടെയാ? ആരെങ്കിലും എവിടെയെങ്കിലും ജെർമിനൽ എപ്പിത്തീലിയം ഉണ്ടോ? ജെർമിനൽ എപ്പിത്തീലിയം നെഫ്രോണൊക്കെ പറഞ്ഞല്ലേ, ഇത് ഓവർ മൊത്തമല്ല, ഇത് ഓവർ ഈ സ്ഥലം മൊത്തത്തിലല്ല. ഇത് ഹോർമോൺ സെക്രീറ്റ് സ്ഥലം എവിടെയാ? എവിടെയാ ഹോർമോൺ സെക്രീറ്റ് എവിടെയാ? ഇത് ജെർമിനൽ എപ്പിത്തീലിയം അല്ലേ? 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 യെസ് അല്ലേ? സോ 4 സ്ഥലങ്ങൾ ഇതൊക്കെയാ സിമ്പിൾ ക്യൂബോൾ എപ്പിത്തീലിയം കാണപ്പെടുന്ന 4 സ്ഥലത്തേക്കാ. ഒന്ന് തൈറോയ്ഡ് ഗ്ലാൻഡ് ഫോളിക്കിൾസ് അല്ലേ? ഒന്ന് തൈറോയ്ഡ് ഗ്ലാൻഡ് ഫോളിക്കിൾ. സെക്കൻഡ് എവിടെയാ? റിയൽ ട്യൂബ്യൂൾസിലും കളക്റ്റീവ് ഡക്റ്റിലും നെഫ്രോൺസിന്റെ റിയൽ ട്യൂബ്യൂൾസിലും കളക്റ്റീവ് ഡക്റ്റിലുമുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസിന്റെ ഇത് ഡക്റ്റിലുമുണ്ട്. അതുപോലെ തന്നെ ഓവറിയുടെ ജെർമൽ എപ്പിത്തീലിയത്തിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം ചോദിച്ചാൽ സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം. ക്ലിയർ? 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 ഇത് പഠിക്കാത്ത ആൾക്കാർ ഇത് റെക്കോർഡ് കണ്ടല്ലോ എല്ലാവരും. സെല്ല് ടിഷ്യൂ എല്ലാം പഠിച്ചല്ലോ. നിങ്ങൾ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതല്ലേ? നിങ്ങൾ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതല്ലേ? അല്ലാതെ ഒരു ചോദ്യം ഉത്തരം മാത്രം ചെറപറാവ് 100 500 പറഞ്ഞു വിട്ടത് എന്ത് ഉപയോഗമുണ്ടോ? എന്തെങ്കിലും ഉപയോഗമുണ്ടോ? നിങ്ങളിതൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം ഇത് കാണുമ്പോഴേ, ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞ ശേഷം ഇതിൽ കാണുമ്പോൾ പലയിടത്ത് പഠിക്കുന്ന കാര്യം, പല സിസ്റ്റങ്ങൾ പഠിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നാൽ അതെല്ലാം പഠിക്കാൻ പറ്റില്ലേ? അല്ലെ? ഇവിടെ ഫോൺ പറഞ്ഞു, റിയൽ കാര്യം പറഞ്ഞു, പല കാര്യം പറയുന്നില്ലേ? ഇത് ഓവറി പറഞ്ഞു. അപ്പൊ പല എടുത്തു വരുന്ന പല കാര്യങ്ങളെല്ലാം കൂടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുമ്പോൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റും. സോ ദ തിയറിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്റെ കുട്ടികൾ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ? പല എടുത്ത് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടുത്തെ ഉത്തരം കിട്ടും, പഠിക്കാൻ പറ്റും. നമ്മൾ 250ഓളം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, അതുപോലെ തിയറിയും പഠിക്കും. ഇനി അങ്ങോട്ട് അങ്ങനെയാണ്. വേണോ? 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 പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ നോക്കുമ്പോൾ എന്താണ്? 3 ക്വസ്റ്റ്യൻ അല്ലെ? 3 ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻ ആയെങ്കിലും ഒരുപാട് പഠിച്ചില്ലേ? 3 ക്വസ്റ്റ്യൻ പഠിച്ചെങ്കിലും ഒരുപാട് കാര്യം പഠിച്ചില്ലേ? വെറും 3 ക്വസ്റ്റ്യൻ പഠിച്ചെങ്കിലും ഒരുപാട് കാര്യം പഠിച്ചില്ലേ? 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 സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ എവിടെ നോക്കട്ടെ? ക്വസ്റ്റ്യൻ നോക്കട്ടെ, ഞാൻ ക്വസ്റ്റ്യൻ നോക്കട്ടെ കേട്ടോ. ഫോർത്ത് എവിടെ? Fourth is എന്താ? The human body. In the human body, fat is stored in എവിടെയാണ്? ഹ്യൂമൻ ബോഡി ഫാറ്റ് സ്റ്റോർ എവിടെ? ക്യൂബോൾ എപ്പിത്തീലിയം ആണോ, അഡിപ്പോസിലാണോ, ബോൺസിലാണോ, കാർലേജ് ആണോ? ഏതായിരിക്കും? ഹ്യൂമൻ ബോഡിയിൽ ഈ പറഞ്ഞ ഫാറ്റ് സ്റ്റോർ എവിടെയാ? ബി അഡിപ്പോസ് ടിഷ്യൂ അല്ലേ? ബി അഡിപ്പോസ് ടിഷ്യൂ അല്ലേ? അഡിപ്പോസ് അല്ലേ? ഫാറ്റ് എപ്പോസ് എവിടെയാ? അഡിപ്പോസ്. സോ അഡിപ്പോസ് എന്താ? അഡിപ്പോസ് കേട്ടോ. എന്താ അഡിപ്പോസ്? എന്താ? ഒരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? അഡിപ്പോസ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? അഡിപ്പോസ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? എങ്കിൽ അത് മെയിൻ എവിടെ കാണും? സ്കിന്നിന്റെ അടിയിലല്ലേ? അല്ലെ? സ്കിന്നിന്റെയും ഇതിന്റെ ബോൺ മാരോയിലും അത് കിഡ്നീസിലുണ്ടോ? അത് കിഡ്നീസിലുണ്ടോ? സ്കിന്നിന്റെ അടിയിലുണ്ട്. അത് ബോൺ മാരോ എടുത്തുണ്ട്. അതുപോലെ ഇത് കിഡ്നീസിലുണ്ടോ? ഉണ്ടോ? 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 ഉണ്ട്. ഉണ്ടോ? യെസ് ഉണ്ട്. ഇത്തരം പറഞ്ഞേ. ആ ഉണ്ട്. ഹാർട്ടിന്റെ അടിയിലേക്ക് ഉണ്ടല്ലേ? ഉണ്ടോടെ? ഉണ്ടല്ലേ? ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇത് ബോൺസ് എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണോ? ഇത് ബോൺ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണോ? ഇത് കാർട്ടിലേജ് കണക്റ്റീവ് ടിഷ്യൂ ആണോ?
ക്യൂബോണിൽ എപ്പിത്തിലേക്ക് കണക്റ്റീവ് ടിഷ്യൂ ആണ് ശരിയല്ലേ? ക്യൂബോണിൽ എപ്പിത്തിലും ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോണും കാർട്ടിലേജും എല്ലാം കണക്റ്റീവ് ടിഷ്യൂ അല്ലേ? അല്ലേ? ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്? ഹ്യൂമൻ ബോഡിയിൽ മൊത്തം എത്ര ബോൺസ് ഉണ്ട് സാർ? അതൊക്കെ പണ്ട് പഠിച്ച കാര്യം. 206 ബോൺസ് ഉണ്ട് അല്ലേ? 206 ബോൺസ് ഉണ്ട് എങ്കിൽ ഇന്ന് ന്യൂ ബോൺ എടുക്കുമ്പോൾ എത്ര ആയിരിക്കും? ന്യൂ ബോൺ എടുക്കുമ്പോൾ എത്ര ആയിരിക്കും? 275 തൊട്ട് 300 ബോൺസ് ഉണ്ട് അല്ലേ? ന്യൂ ബോൺ എടുക്കുമ്പോൾ 275 തൊട്ട് 300 ബോൺസ് ഉണ്ട്. ഇൻഫാൻസിലും എത്ര ഉണ്ടായിരിക്കും? ഇൻഫാൻസ് എടുക്കുമ്പോൾ മോർ ദാൻ 206. അതൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. ക്ലിയർ? എങ്കിൽ സ്കൾ ബോൺ എത്രയുണ്ട്? സ്കൾ ബോൺ എത്രയുണ്ട്? 22. 22 ആണോ? എല്ലാരും സ്കൾ ബോൺ എത്രയുണ്ട്? സാറേ 22 സാറേ. സാറേ 22. സ്കൾ ബോൺ എത്ര ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 ആയിട്ട് അല്ലെ? സ്കൾ ബോൺ നമുക്ക് ക്രാനിയോ എന്നും ഫേഷ്യൽ ബോൺ എന്നും ഡിവൈഡ് ചെയ്യാം. എത്ര ക്രൈനൽ ബോൺസ് ഉണ്ട്? ഈ 8 ക്രൈനൽ ബോൺസും 14 ഫേഷ്യൽ ബോൺസും അല്ലെ? 8 ക്രൈനൽ ബോൺസും 14 ഫേഷ്യൽ ബോൺസും ഉണ്ട്. അപ്പൊ കൂട്ടുമ്പോൾ 22 ബോൺസ് സ്കളായില്ലേ? ആയില്ലേ? 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 എല്ലാം ആയോ? സ്കളെ കുറിച്ച് വീണ്ടും ചോദിച്ചാലേ, സ്കളിനകത്ത് എത്ര ക്രൈനൽ ബോൺസ് ഉണ്ട്? ഇത് പെയ്ഡ് ആണോ ആൻഡ് അൺപെയ്ഡ് ബോൺസ് ചോദിക്കാം. അങ്ങനെയും ക്വസ്റ്റ്യൻ പറയും. സ്കളിനകത്തുള്ള ഇത് പെയ്ഡ് ബോൺസും ആൻഡ് അൺപെയ്ഡ് ബോൺസ് ചോദിക്കാം. എത്ര പെയ്ഡ് ബോൺസ് ഉണ്ട്? 2. ഏതൊക്കെയാണ്? സ്കളിൽ വരുന്ന ദ പെയ്ഡ് ബോൺസ് താഴെ പറയുന്ന ഏതാണ്? ഇത് എയും ബിയും ഓർ ദ ബിയും സിയും ഓർ സിയും ഡിയും എയും എന്ന് പറഞ്ഞ് ഓപ്ഷൻ തരാം. ദ ടെമ്പോറൽ ബോണും ആൻഡ് ദ പാരേറ്റൽ ബോണും എപ്പോഴും ദ പെയ്ഡ് ബോൺ അല്ലേ? ദ ടെമ്പോറൽ ബോണും ആൻഡ് ദ പാരേറ്റൽ ബോൺ എപ്പോഴും പെയ്ഡ് ആണ്. ഇനി അൺപെയ്ഡ് ഏതൊക്കെയാ? ഒറ്റ ബോൺസ് വരുന്ന ഏതൊക്കെയാ? ഫ്രോണ്ടലും ഓക്സിപിറ്റലും സ്പിനോയിഡും ആൻഡ് എത്നോയിഡും അല്ലേ? ഫ്രോണ്ടൽ, ഓക്സിപിറ്റൽ, സ്പിനോയിഡ് ആൻഡ് എത്നോയിഡ് എല്ലാം ഒരെണ്ണം വച്ച് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഓപ്ഷനിൽ ഇത് ബോൺസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഓപ്ഷനകത്ത് ഇത് കാർട്ടിലേജ് കണ്ടോ? കാർട്ടിലേജ് കണ്ടോ? എന്താ കാർട്ടിലേജ് പറഞ്ഞ എന്താ? ഇത് കാർട്ടിലേജിന് ഇത് ബ്ലഡ് സപ്ലൈ ഉണ്ടോ? ചോദിക്കട്ടെ. ഇത് കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ അതിന് ബ്ലഡ് സപ്ലൈ ഉണ്ടോ? കാർട്ടിലേജ് എപ്പോഴും ഇൻസെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ബ്ലഡ് സപ്ലൈ ഉണ്ടോ? 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 കാർട്ടിലേജ് വാസ്കുലർ ആണോ എവാസ്കുലർ ആണോ? കാർട്ടിലേജിന് ബ്ലഡ് സപ്ലൈ ഇല്ല, എവാസ്കുലർ അല്ലേ? കാർട്ടിലേജ് ഈസ് എവാസ്കുലർ. എക്സാം പ്രീവിയസ് ചോദ്യമാണ്. കാർട്ടിലേജ് ഈസ് എവാസ്കുലർ, ബ്ലഡ് സപ്ലൈ ഇല്ല. അതുകൊണ്ട് തന്നെ കാർട്ടിലേജ് ഒരിക്കലും റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ശരിയല്ലേ? കാർട്ടിലേജിന് ഒരിക്കലും തന്നെ ബ്ലഡ് സപ്ലൈ ഇല്ല. ഒരു ആക്സിഡന്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് വീണ്ടും റീജനറേറ്റ് കപ്പാസിറ്റി ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. കാർട്ടിലേജിന് ന്യൂട്രീഷൻ കൊടുക്കുന്ന ആരാ? ഇത് ഡിഫ്യൂഷൻ വഴിയാണോ, ഓസ്മോസ് വഴിയാണോ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണോ, പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണോ കാർട്ടിലേജിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്? ബോഡിയില് ദ കാർട്ടിലേജിന് ബ്ലഡ് സപ്ലൈ കിട്ടുന്ന പ്രോസസ് ഏതാ? കേരള P6 ചോദ്യമാണ്. ഏതാ വഴിയാ? ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ അല്ലേ? അല്ലേ? ദ കാർട്ടിലേജ് എപ്പോഴും ബ്ലഡ് സപ്ലൈ കിട്ടുന്നത് വഴിയാ? ഡിഫ്യൂഷൻ വഴി മാത്രമാണല്ലേ? ബ്ലഡ് സപ്ലൈ എപ്പോഴും ഡിഫ്യൂഷൻ വഴിയാണ് എപ്പോഴും കാർട്ടിലേജ് കിട്ടുന്നത്. ഇനി വീണ്ടും ചോദിക്കാം, ഒരു മെച്ചർ ആയിട്ടുള്ള കാർട്ടിലേജ് വിളിക്കുന്ന പേരെന്താ? ഒരു മെച്ചർ ആയിട്ടുള്ള കാർട്ടിലേജിനെ വിളിക്കുന്ന പേരെന്താ? എന്തായിരിക്കും? കോൺഡ്രോസൈറ്റ് അല്ലേ? മെച്ചൂർ ആയിട്ടുള്ള കാർട്ടിലേജ് വിളിക്കുന്ന പേരെന്താ? ചോദ്യം വരും. മെച്ചൂർ ആയിട്ടുള്ള കാർട്ടിലേജ് വിളിക്കുന്ന പേരെന്താ? കോൺഡ്രോസൈറ്റ്. കോൺഡ്രോസൈറ്റ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിലുള്ള
ആ റെക്കോർഡിങ്സിലും ക്ലാസ്സുകളിലും അതുപോലെ പഠിക്കുക. ചോദ്യം ഉത്തരവും അതുകൊണ്ട് മെച്ചുവർ ആയിട്ടുള്ള കാർട്ടിലേജ് കാൾഡ് കോൺഡ്രോസൈറ്റ്. ഇനി കാർട്ടിലേജിന്റെ കവറിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? കാർട്ടിലേജിന്റെ കവറിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? പെരിക്കോൺട്രിയം അല്ലേ? കാർട്ടിലേജിന്റെ കവറിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? പെരിക്കോൺട്രിയം. മറക്കരുത്, ചോദ്യം വരും. മെച്ചുവർ ആയിട്ടുള്ള കാർട്ടിലേജ് എപ്പോഴും കോൺഡ്രോസൈറ്റ് എന്നും കാർട്ടിലേജിന്റെ കവറിങ്ങിനെ പറയുന്ന പേര് പെരിക്കോൺട്രിയം എന്നും. ഇനി ഇമ്മച്ചുവർ കാർട്ടിലേജ് വിളിക്കുന്ന പേരെന്താ? ഇമ്മച്ചുവർ ആയിട്ടുള്ള കാർട്ടിലേജ് എന്താ? കോൺഡ്രോബ്ലാസ്റ്റ് അല്ലേ? ഇമ്മച്ചുവർ ആയിട്ടുള്ള കാർട്ടിലേജ് എപ്പോഴും കോൺഡ്രോബ്ലാസ്റ്റ് എന്ന് വിളിക്കാം. ക്ലിയർ? ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഇതുപോലുള്ള ചോദ്യങ്ങൾ വീണ്ടും വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലെത്തും. ഒരു ചോദ്യം കാണുമ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്, ഓരോ കാര്യം വീണ്ടും കേൾക്കുമ്പോൾ പഠിക്കാൻ പറ്റുമല്ലോ? വീണ്ടും പഠിക്കാൻ പറ്റില്ലേ? അല്ലാതെ ഇന്ന് പഠിച്ച കാര്യം 6 മാസം കഴിഞ്ഞ് വായിക്കുമ്പോൾ അതൊന്നും മനസ്സിലാവില്ല. ശരിയല്ലേ? ഇന്ന് പഠിച്ച കാര്യം 6 മാസം കഴിഞ്ഞ് ഒരിക്കൽ എടുത്ത് വായിച്ചു നോക്കിയാൽ ഒരു കാര്യവും മനസ്സിലാവും. പക്ഷെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പഠിക്കുമ്പോൾ, ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് എല്ലാം പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഉത്തരം കിട്ടണം. കിട്ടോ? വീണ്ടും ചോദ്യം, ഇത് റിബ്സിൽ കാണപ്പെടുന്ന കാർട്ടിലേജ് ഏതാ? റിബ്സിൽ കാണപ്പെടുന്ന കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം, റിബ്സിൽ കാണപ്പെടുന്ന കാർട്ടിലേജ് ഏതാ? ദാറ്റ് ഈസ് ഹയാലിൻ കാർട്ടിലേജ്. ഹയാലിൻ. ആൻഡ് ട്രക്കിയിലാരാ? ഹയാലിൻ സാറേ. ലാരിങ്സിലാരാ സാറേ? ഹയാലിൻ. അപ്പൊ ട്രക്കിയ, ലാരിങ്സ് ആൻഡ് റിബ്സ്. സ്റ്റേണത്തിനോട് റിബ്സ് അറ്റാച്ച് ചെയ്ത ഭാഗമല്ലേ? സ്റ്റേണത്തിനോട് റിബ്സ് അറ്റാച്ച് ചെയ്ത ഭാഗത്ത് എപ്പോഴും ഹയാലിൻ കാർട്ടിലേജ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലാരിങ്സിന്റെ പാർട്സിലും ട്രക്കിയും ആൻഡ് ബ്രോങ്കിയും കണക്ട് ചെയ്യുന്ന പാർട്ടിലും എപ്പോഴും ഹയാലിൻ കാർട്ടിലേജ് ആണ് കാണുന്നത്. ഇത് ഫീറ്റൽ സ്കെലിറ്റൻ എടുത്താൽ മോസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും ഹയാലിൻ. ശരിയല്ലേ? ഫീറ്റൽ സ്കെലിറ്റൻ എടുത്താൽ മോസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും അവിടെ കാണപ്പെടുന്ന കാർട്ടിലേജ് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ ഫീറ്റസിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ മോസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും ഹയാലിനാണ് കാണപ്പെടുന്നത്. അതും മനസ്സിലായി. ഇനി വേറെ ടൈപ്പ് കാർട്ടിലേജ് ഉണ്ടോ? സ്ട്രോങ്സ്റ്റ് കാർട്ടിലേജ് ഇൻ ദ ബോഡി ചോദിച്ചതാ? ബോഡിയിൽ കാണപ്പെടുന്ന സ്ട്രോങ്സ്റ്റ് കാർട്ടിലേജ് ഏതാ? ഫൈബ്രോ കാർട്ടിലേജ് അല്ലേ? ബോഡിയിൽ കാണപ്പെടുന്ന സ്ട്രോങ്സ്റ്റ് കാർട്ടിലേജ് ഏതാ? ഫൈബ്രോ അല്ലേ? ഫൈബ്രോ. എങ്കിൽ വീണ്ടും ചോദിക്കാം, ഫൈബ്രോ കാർട്ടിലേജ് ബോഡിയിൽ എവിടെ കാണും? ഇന്റർവെർട്ടിബിൾ ഡിസ്ക് അല്ലേ? നമ്മുടെ ബാക്കിൽ കാണപ്പെടുന്ന ഇന്റർവെർട്ടിബിൾ ഡിസ്കിൽ കാണപ്പെടുന്ന വെച്ചാൽ അത് ഫൈബ്രോ കാർട്ടിലേജ് ആണ്. അതുപോലെ തന്നെ സിംബേസിസ് ക്യൂബിസിൽ സ്ട്രോങ് ആണ്. ബോഡിയിൽ എവിടെയൊക്കെ സ്ട്രോങ്സ്റ്റ് പാർട്ട് ഉണ്ടോ അത് സിംബേസിസ് ക്യൂബിസിലുണ്ട്, ഇന്റർവെർട്ടിബിൾ കോളത്തിലുണ്ട്. അതുപോലെ തന്നെ എവിടെയാ? നീ ജോയിലുണ്ട്, ആൻഡ് ബോഡി സോക്കറ്റിലും കാണുന്നില്ലേ? നമ്മുടെ ജോയിൻസിലും കാണുന്നുണ്ടല്ലേ? ഇത് പ്രധാനമായിട്ടും സപ്പോർട്ടും ഫ്ലെക്സിബിലിറ്റിയുമാണ് ഇവന്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഇലാസ്റ്റിക്. കളിക്കട്ടോ, ഇലാസ്റ്റിക് കാണാം. പണ്ട് സാറ് നുള്ളി എടുക്കുമ്പോല്ലേ പഠിച്ചോ? കൈ കിട്ടിയെങ്കിൽ നാളെയെങ്കിലും ഇത് പഠിക്കോ? ശരിയല്ലേ? അടുത്ത് കിട്ടിയെങ്കിൽ നാളെയെങ്കിലും ഇത് പഠിച്ച് കംപ്ലീറ്റ് ആക്കി പറയോ? എഴുതോ? പഠിക്കോ? അവിടെ കുഞ്ഞുങ്ങളെ തിയറി പഠിക്കുമ്പോൾ അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊടുക്കും. ഒരു വാക്ക് തരണം, തിയറി പഠിക്കുമ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ഇതുപോലെ ഫസ്റ്റ് മുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊടുക്കും. പുതിയ വർഷമാണ്. തിയറി പഠിക്കുമ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അല്ലാതെ ഒരുപാട് മാസങ്ങളോളം തിയറി പഠിച്ച് പെട്ടെന്ന് ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അവിടെ സ്റ്റക്കായി നിങ്ങളുടെ സമയവും കളഞ്ഞ് പൈസയും കളഞ്ഞ് നഷ്ടമല്ലേ? ശരിയല്ലേ? അല്ലേ? ദ ടൈം, സമയമാണ് ഏറ്റവും വലിയ സംഭവം അല്ലേ? സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇവിടെ ഈക്വൽ ഇമ്പോർട്ടൻസ് തിയറിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൊടുത്ത് പഠിച്ച് പോകട്ടോ. ഓക്കെ, ഇലാസ്റ്റിക് ഇവിടെ കാണാം.
ഇത് പിന്നിലുണ്ടെന്ന് പറഞ്ഞല്ലേ, പിന്നിൽ മാത്രം ഇലാസ്റ്റിക് ഉള്ളത്. ബോഡിയിൽ എവിടെയോ ഒരു ഫ്ലൂയിഡ് നിറയെ സമയത്ത് അവിടെ അതിന് ഫ്ലക്ഷൻ സഹായിക്കാറുണ്ട്. ദ ട്യൂണിക്ക മീഡിയ ഓഫ് ദ ബ്ലഡ് വെസൽ ഉണ്ടോ? ദ ബ്ലഡ് വെസലിന്റെ ദ ട്യൂണിക്ക മീഡിയയിൽ കാണപ്പെടുന്നത് ആരാ? ഇലാസ്റ്റിക് കാർട്ടിലേജ് അല്ലേ? ശരിയല്ലേ? ആൻഡ് ദ ടിപ്പ് ഓഫ് എപ്പിഗ്ലോട്ടൈഡിസ് അല്ലേ? ദ ടിപ്പ് ഓഫ് എപ്പിഗ്ലോട്ടൈഡിസ് കാണുന്നാരാ? അത് വരാ ദ ട്യൂണിക്ക ഇലാസ്റ്റിക് കാർട്ടിലേജ് അല്ലേ? അല്ലേ? ഇലാസ്റ്റിക് അല്ലേ? ഇലാസ്റ്റിക് അല്ലേ? സോ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഉത്തരം അഡിപ്പോസ് ടിഷ്യൂ ആയിരുന്നു. ഹ്യൂമൻ ബോഡിയിൽ ഫാറ്റ് സ്റ്റോറേജ് സ്ഥലം അഡിപ്പോസ് ടിഷ്യൂ ആയിരുന്നു. അത് പറഞ്ഞു, ബോൺസ് പറഞ്ഞു, കാർലേജ് പറഞ്ഞു, എപ്പിത്തീലിയം പറഞ്ഞു. എല്ലാം ക്ലിയർ ആയോ? 4 ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? 4 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് എല്ലാം മനസ്സിലായോ? 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following epithelium seen in the surface of the ovaries but not related to ovulation? Which of the following epithelium is seen in the surface of ovaries but not related to ovulation? ഏതാ? 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 എല്ലാരും എല്ലാരും ഉത്തരം which one of the following is not seen in the surface of ovaries but not related to ovulation? ഏതായിരിക്കും ഇവിടെ? ഏതായിരിക്കും? ഏതായിരിക്കും? ഒന്നുകൂടെ ഉത്തരം പറഞ്ഞേ. ഉത്തരം വായിച്ചു, ക്വസ്റ്റ്യൻ വായിച്ചു. Which of the following epithelium is seen in the surface of ovaries but not related to ovulation? ആലോചിച്ച് പറഞ്ഞു, ആലോചിച്ച് പറഞ്ഞു ഏതാ? അത് സിമ്പിൾ ക്യൂബോൾ അല്ലേ? സിമ്പിൾ ക്യൂബോൾ എപ്പിത്തീലിയം അല്ലേ? സിമ്പിൾ ക്യൂബോൾ എപ്പിത്തീലിയം അല്ലേ? ഇവർ ഓവറിയുടെ സർഫസിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം വരാൻ. ഓവറിയുടെ സർഫസിൽ ചോദ്യം വെച്ച് ഈ എപ്പിത്തീലിയം ഓവറീസിൽ ഉണ്ട്, പക്ഷേ അത് ഓവുലേഷനുമായി ബന്ധപ്പെട്ടതല്ല. ഇത് ഓവറീസിലുള്ള എപ്പിത്തീലിയം തന്നെയാണ്, പക്ഷെ ഓവുലേഷനുമായി ബന്ധപ്പെട്ടതല്ല. സിമ്പിൾ ക്യൂബോൾ എപ്പിത്തീലിയം എപ്പോഴും എവിടെ കാണാം? The cells are mainly seen in the surface of ovary അല്ലേ? ഓവറിയുടെ സർഫസിൽ കാണാം. മെയിൻ ആയിട്ട് നെഫ്രോൺസും അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ഡക്റ്റിലും ആൻഡ് റീനൽ ട്യൂബ്യൂൾസിന്റെ വാൾസിലും എല്ലാം കാണുന്ന ആരാ? ഈ പറയുന്ന സിമ്പിൾ ക്യൂബോൾ എപ്പിത്തീലിയമാണ്. ഇവർ സർഫസിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരിക്കലും എന്താണ് ഓവുലേഷനെ സഹായിക്കില്ല. എന്താണ് സിമ്പിൾ ക്യൂബോൾ എപ്പിത്തീലിയം? പേരിൽ തന്നെയുണ്ട്. ഷേപ്പ് എന്താ? ഷേപ്പ് എന്താ? എന്താ പറഞ്ഞു തന്നോ? ദ ക്യൂബ് അല്ലെങ്കിൽ ദ ഹെക്സഗണല്ലേ? ഹെക്സഗണൽ. 4 സൈഡും ഒരുപോലെ അല്ലേ? 4 സൈഡും ഒരുപോലെ ഉണ്ട് അല്ലേ? ഒരുപോലെ ഇല്ലേ? ഒരുപോലെ അല്ലേ? യെസ്. ക്ലിയർ? 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 ആൻഡ് ജിക്ക് ലൈനിങ് ആണ് പറ്റില്ല ചോദിക്കട്ടെ. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ലൈനിങ് ആയി കാണാം. ആര് കാണും? ആര് കാണും? സിമ്പിൾ സിമ്പിൾ ആർക്കും അറിയാം? ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് കാണപ്പെടുന്നത് ഇത് കൊളമിനാർ ആണോ, സ്ക്വാമസ് ആണോ, ഇത് ക്യൂബോർഡിലാണോ? ആലോചിച്ച് പറയുക. ആർക്കും അറിയാം? ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രയൽ കാണപ്പെടുന്ന ആരാ? റെക്കോർഡിംഗ് കിട്ടിയ ആൾക്കാരെല്ലാരും
ഏറ്റവും വലിയ എമൗണ്ട് ഓഫ് സെക്രീഷൻ നടക്കുന്നത് G8 അല്ലേ? അവിടെ കാണപ്പെടുന്ന ആരാ? ഏറ്റവും വലിയ എമൗണ്ട് ഓഫ് സെക്രീഷൻ നടക്കുന്നത് അവിടെയാ? സിമ്പിൾ കോളോമൻ എപ്പിത്തീലിയം അല്ലേ? ഏറ്റവും വലിയ എമൗണ്ട് ഓഫ് സെക്രീഷൻ നടക്കുന്ന സ്ഥലമാണ് G8. അവിടെ കാണാം സിമ്പിൾ കോളോമിനാർ അല്ലേ? സിമ്പിൾ കോളോമിനാർ അല്ലയോ? ബോഡിയിൽ ഏറ്റവും വലിയ എമൗണ്ട് ഓഫ് സെക്രീഷനും അബ്സോർപ്ഷൻ നടക്കുന്നത് അവിടെയാ? G8 അല്ലേ? അവിടെ കാണപ്പെടുന്ന ആരാ? കോളോമിനാർ, സിമ്പിൾ കോളോമിനാർ എപ്പിത്തീലിയമാണെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ക്ലിയർ? 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 ഇത്രയും ക്ലിയർ ആയി? 5 ചോദ്യവും അതുമായി ബന്ധപ്പെട്ട എല്ലാം മനസ്സിലായത്? 5 ചോദ്യവും അതുമായി ബന്ധപ്പെട്ട എല്ലാം മനസ്സിലായത്? സമയം എത്ര ആയിരിക്കും? സമയം 1 മണി കഴിഞ്ഞു പറയും. 1 മണിക്കൂർ കഴിഞ്ഞോ? 1 മണിക്കൂറെ കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇരുന്ന് നോക്കട്ടെ. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പറയുമ്പോഴേ അങ്ങ് പറഞ്ഞ് ഇരുന്നു. ഓ ഇത്ര മതിയോ? ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷന് മതിയല്ലോ. ടുമാറോ തിയറി പഠിക്കാമോ? നാളെ തിയറി പഠിക്കാമോ? പക്ഷെ നാളെ കഴിഞ്ഞ് വീണ്ടും ഓർമ്മിക്കണം സാറേ 5 ക്വസ്റ്റ്യൻ പഠിച്ചു, ബാക്കി 5-ന് താഴെ 6 തൊട്ട് വീണ്ടും പറയുമല്ലോ. 5 എണ്ണം പഠിച്ചു, 5-ന് താഴെ 6 തൊട്ട് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യണം. 1, 2, 3 രീതിയിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആയിട്ട് തുടർന്ന് കണ്ടിന്യൂസ് ആവും കേട്ടോ. സോ നന്നായി പഠിക്കുക. സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് ചോദ്യം ഉത്തരവും പഠിക്കാറുണ്ട്. നന്നായി പഠിക്കുക. ബൈ. സീ യു ടുമോറോ. താങ്ക് യു.